ചന്ദനം മണക്കുന്ന പൂന്തോട്ടം. ചാണാത്തിന്റെയും കോഴിക്കാട്ടത്തിന്റെയും മണവാ. ചന്ദ്രിക മെഴുകിയ മണിമു. ആ ചാണാത്തെ ചവിട്ടി അങ്ങോട്ട് മെഴുകി അല്ലേ? അതെ, ഡോക്ടർ വന്നില്ലേ? ഡോക്ടർ വരാനിച്ച് താമസിക്കും. പക്ഷെ പേടിക്കണ്ട, എന്താ ഡോക്ടർ വരുന്നവരെ ഡോക്ടറുടെ പണിയെല്ലാം ഈ പിയൂണ് സുകുമാരൻ ചെയ്യും. അപ്പൊ പിയൂൺ വരാൻ വൈകി കഴിഞ്ഞാൽ ഡോക്ടറാണ് ഇവിടെ വന്ന് മുറ്റൊക്കെ അടിക്കണം. അയ്യോ, പിന്നെ പുള്ളിക്ക് വീട്ടിൽ തുണി ഇറക്കി കൊടുക്കാനും മീൻ വെട്ടി കൊടുക്കാനും പറ്റിയെങ്കിൽ ഇവിടെ ഒന്ന് മുറ്റടിച്ചാൽ എന്താ കുഴപ്പം? ഇത് ഡോക്ടർ വരാത്ത എത്ര നേരം ഞങ്ങൾ രണ്ടുപേരും ഒന്ന് വെയിറ്റ് ചെയ്യണോ? രണ്ടുപേരാ? ഞാനും പശു. അപ്പൊ പശു ഒരു പോത്തും. അതിന് കഴുത പറഞ്ഞാൽ ഞാനങ്ങ് സമ്മതിച്ചു. ഇതാ എന്റെ കുഴപ്പം. കൊടുത്തിട്ട് അങ്ങോട്ട് തിരിച്ച് മേടിക്കും. ഡോക്ടറിന്റെ വരാത്തത്? ഡോക്ടർ വൃത്തത്തിലാണ്. വൃത്തത്തിൽ കയറി കഥ പുറത്ത് ചെയ്യണം പറ. വൃത്തത്തിലല്ല, വൃത്തത്തിലാണെന്ന്. വൃത്തം? എന്ത് വ്രതം? ഷഷ്ടിയാണ്. കഷ്ടമാണ് ഇത്. ആൾക്കാർ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യല്ലേ? നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നിസാര ഡോക്ടർ അല്ല. പിന്നെ താൻ ബാധി ദൈവം ബാധി എന്ന് വിശ്വസിക്കുന്ന ഡോക്ടറാ. മരുന്ന് കൊടുത്ത് മാറാത്ത പല അസുഖങ്ങളും പുള്ളിക്കാരൻ വഴിപാട് നടത്തി മാറ്റും. ആണോ? പിന്നെ അത്രയ്ക്ക് വിശ്വാസിയല്ലേ? വിളിച്ചാ വിളിപ്പുറത്താ എന്റെ ഡോക്ടറെ. വിളിച്ചാ വിളിപ്പുറത്തെന്ന് പറയുമ്പോ പുറത്ത് വയ്ക്കാതെ അകത്തേക്ക് വരൂ ഡോക്ടർ. കഷ്ടിപ്രസാദം. ഷഷ്ടിപ്രസാദം ഒന്നല്ലേ? കഷ്ടിപ്രസാദമാണ്, പക്ഷെ കഷ്ടിയുള്ളു. എല്ലാവർക്കും കഷ്ടിച്ചെത്തിക്കണം. ആയിക്കോട്ടെ, എത്തിക്കാം. അവിടെ തൊട്ട് കൊടുക്കും. ഞാനും തുറന്നോ? പിന്നെ ഡോക്ടർക്ക് നിർബന്ധമാണേ. പശുവിനോട്ട് കൊടുക്കും, പശുവിനോട്ട് കൊടുക്കും. ഭക്തിമാർഗത്തിലാണല്ലേ? അതെ അതെ അതെ. അപ്പൊ തുടങ്ങിയല്ലേ? തുടങ്ങാം. അപ്പൊ കൈകൂപ്പി പിടിക്കുക, അടുത്തേക്ക് വരുന്നിട്ട് കൈകൂപ്പി നിൽക്കുക. അതെന്തിനാ? പ്രാർത്ഥന തുടങ്ങാൻ പോവാ. പ്രാർത്ഥനയൊക്കെ ഉണ്ടോ? പിന്നെ പ്രാർത്ഥനയിൽ അവസാനിച്ചില്ല. പിന്നെ ഉച്ചപൂജ കഴിഞ്ഞാൽ എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റൂല. എന്നാ ശരി. അപ്പൊ തുടങ്ങാല്ലേ? തുടങ്ങിക്കോ. കേരങ്ങൾ തിങ്ങുന്ന കേരള നാട്ടിൽ പണ്ടൊക്കെ നാൽക്കാലികൾ ഒരുപാടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആടിന്റെ മെരിമേടും പശുവിന്റെ എല്ലാം പാൽ കുടിച്ചാണല്ലോ നമ്മൾ വളർന്നേ. പാൽ തരും പശുവിനെ വെളിയിൽ കിടത്തി നമ്മളെല്ലാം വീടിന്റെ ഏസിയിൽ ഉറങ്ങും. പശുവിന്റെ കറവക്ക് കുറവുണ്ടായെന്നാൽ അറവുകാർക്ക് വിറ്റ് കാശാക്കുമല്ലോ. ഇത്തരം പാവങ്ങൾ ഇനിയും തുടർന്നാൽ നാട്ടിലെ നാൽക്കാലികൾ നാടു വിട്ടോടും. ഓടല്ലേ 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 പശുവേ, ഓടല്ലേ 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 പോത്തേ, ഓടല്ലേ 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 എരുമേ, ഓടല്ലേ ഓടല്ലേ. ഓടല്ലോ ടെറസല്ലേ? ഓടല്ലേ ആടേ. നന്നായി, നല്ല പ്രാർത്ഥന. മനസ്സങ്ങനെ ശുദ്ധിയായി. മനസ്സിൽ ചാണകം നളിച്ച പോലെ. അതെല്ലേ? അപ്പൊ ഇതിനകത്ത് ആരാണ് ആദ്യം വന്നത്? ഞാനാണ് ആദ്യം വന്നത്. താനല്ല ആദ്യം വന്നത്, പശു അല്ലേ ആദ്യം വന്നത്? പശുവിന്റെ പുറകെ കയറും പിടിച്ചല്ലോ താൻ വന്നത്. അതെ, ഞാൻ രണ്ടാമത് വന്നാ, പശു ആദ്യം വന്ന. അപ്പൊ ഒരു കാര്യം ചെയ്യ്, രണ്ടുപേരും കൂടി വാ. വന്നെന്തിനാണ്? എന്റെ പശുവാണ്. എന്നെ പശുവിനെ ഒന്ന് കാണിക്കാൻ കൊണ്ടുവന്നാ. ഇടോ, താൻ കണ്ട് ഇഷ്ടപ്പെട്ട് കാശ് കൊടുത്ത് മേടിച്ച പശുവല്ലേ ഇത്? അതെ. പിന്നെ എന്തിനാ എന്നെ കൊണ്ട് കാണിക്കണത്? അല്ല, എന്റെ അഭിപ്രായം ചോദിക്കാനല്ല. പിന്നെ എന്റെ പശുവിനെ കണ്ടില്ലേ? പാടില്ല. പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ മേത്ത് നിറച്ച് പുള്ളി പാടുവാണല്ലോ. ഏത് പുള്ളിയാ പാടുന്നത്? ഈശ്വര പ്രവർത്തനം പാടിയത് ഞാനാ. ഈ പുള്ളിനെ കൊണ്ട് വലിയ പാടാണല്ലോ. ഡോക്ടറെ, എന്റെ പശുവിന് സുഖമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, സുഖമില്ല. സുഖമില്ലേ? പേരെന്താ? പേര് മണി. തന്റെ മണിക്ക് എന്ത് പറ്റി? എന്റെ മണിക്ക് എന്ത് പറ്റി? എന്റെ മണിക്ക്? എടോ, തന്റെ മണി എന്ന് പറഞ്ഞ പേരുള്ള ഈ പശുവിന് എന്ത് പറ്റി? അയ്യോ, പശുവിന്റെ പേരല്ല മണി. പിന്നെ എന്റെ പേരാ മണി. അതാ ഞാൻ ഈ കൺഫ്യൂഷൻ അടിച്ചത്. തന്റെ പേര് ആർക്ക് വേണം? പശുവിന്റെ പേര് വെറൈറ്റി പേരാ, മാളു. ലോകത്ത് ഇന്നേ വരെ പശുവിനിട്ടാത്തൊരു പേരാ. അതെ, വെറൈറ്റി പേരാണ്. മാളുവിനെ ഞാനൊന്ന് നോക്കട്ടെ. നോക്കിക്കോ. നല്ല സിന്ധി. അയ്യേ, ഡോക്ടർക്ക് മാറിപ്പോയി. അവിടെ അല്ല, ഈ ഭാഗത്താ സിന്ധി. ഈ സിന്ധിയുടെ കാര്യമല്ലേ പറഞ്ഞത്? ഇതിന്റെ അയ്യാലോണ് പറഞ്ഞത്. ഇത് സിന്ധി പശു ആണെന്ന് മനസ്സിലായില്ലേ? അപ്പൊ ഇതിന് എന്താ അസുഖം എന്ന് പറഞ്ഞത്? അതെ, അസുഖം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചൊരത്തുന്നില്ല. അതെ, അതെ. ഇതിനകത്ത് കാണുന്നുണ്ട്, ഇതിന് ക്ഷീണമൊക്കെ ഉണ്ട്. എന്ത് കൊടുക്കും? ചൊരത്തില്ലെങ്കിൽ നല്ല കീറി ഞാൻ കൊടുക്കും. വെക്കിട്ട് കാരണം ആരുമല്ലോ ചോദിച്ചത്. ഇത് തിന്നാൻ എന്ത് കൊടുക്കുമെന്ന്? തിന്നാനായിട്ട് ഫുഡ് അതാ അത്യാവശ്യം നല്ല ഫുഡാ. അതെ, പുറത്തുനിന്ന് കുഴിമന്തി വരുത്തു? അല്ലല്ലേ, അതല്ലെന്ന്. നമ്മളെന്തായാലും വീട്ടിൽ കഞ്ഞി വെക്കുമല്ലോ. അപ്പൊ ചോറ് നമ്മൾ നിന്നിട്ട് കഞ്ഞിവെള്ളം ഇതിന് കൊടുക്കും. ഭാഗ്യം ചെയ്ത പശു കേട്ടോ. പിന്നെ സമ്പന്ന കുടുംബത്തിലല്ലേ ചെന്ന് വെട്ടാക്കണം. കഞ്ഞിവെള്ളം അല്ലാതെ വേറെ എന്തെങ്കിലും കൊടുക്കോ? വേറൊരു പുല്ല് കൊടുക്കും.
പുല്ല് കൊടുക്കും. അല്ല പുല്ല് കൊടുത്താൽ ചൊരത്തേണ്ടതാണല്ലോ. അല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ ഈ ഉണക്കപ്പുല്ലേ കിട്ടുള്ളൂ, അതാണ്. ഇവിടെ ഉണക്ക പുല്ല് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടാ? കാലിത്തീറ്റയില്ലേ? കാലിത്തീറ്റ ഉണ്ടായിരുന്നു, ഇപ്പൊ തീറ്റ കാലിയായി. അതാ അപ്പൊ പിന്നെ വേറെ വല്ലതുണ്ടാ? വേറെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അടുത്ത ദിവസമായിട്ട് ചാണകം ഇടുന്നില്ല. അപ്പൊ ചൊരത്തണമില്ല, ചാണകവും ഇടണില്ല. ദേ പശുവിന്റെ അകത്തേക്ക് ആദ്യം ഒന്ന് ചെലുത്തണം, എന്നാൽ അത് പുറത്തേക്ക് എന്തെങ്കിലും ചെലുത്തുള്ളൂ. മനസ്സിലായ? അതാണ്. അതാ പറഞ്ഞത്. നല്ല ദഹനക്കേടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മരുന്ന് മാത്രം പോരാന്ന് പറഞ്ഞു. വഴിപാടിന്റെ കുറച്ച് കാര്യം അപ്പൊ നാളെ എന്താ? നാളെ എന്താണ്? നാളെ ഞായറാഴ്ചയാണ്. അപ്പൊ അല്ലറയുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അമ്മായി സുഖമില്ലാടൊക്കെയല്ലേ, അപ്പൊ അമ്മാന്റെ വീട് വരെ ഒന്ന് പോണം. പോണം. അപ്പൊ അമ്മാവിന് ഞാനും കൂടി ചെറുതൊക്കെ മേടിച്ച് അമ്മായിയുടെ ഒരു സന്തോഷത്തിന് അമ്മായിയുടെ മുമ്പിൽ നമുക്ക് അടിക്കും. എന്നൊരു കാര്യം ചെയ്യും, ആ ചെറുത് മേടിച്ചിട്ട് അമ്മാവിനെ കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് വന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് അടിക്കാം. ജനിച്ച നാൾ അതാണ് ചോദിച്ചത്. ആ ജനിച്ച നാളെ സോറി ഏട്ടാ, എനിക്ക് മനസ്സിലായില്ല. അതാണ്, അതായത് അമ്മ പറഞ്ഞത് മൂലം അച്ഛൻ അതങ്ങ് സമ്മതിച്ച്. അമ്മ പറഞ്ഞത് മൂലം അച്ഛൻ അതങ്ങ് സമ്മതിച്ച്. നിർത്തിക്ക്. അമ്മ എന്ത് പറഞ്ഞത് മൂലം അച്ഛൻ എന്ത് സമ്മതിച്ചു? അത് പറഞ്ഞു. അതപ്പോ ഞാൻ ജനിച്ചു കഴിഞ്ഞപ്പോ അമ്മ പറഞ്ഞു നക്ഷത്രം മൂലമാണെന്ന്. അത് കേട്ടപ്പോ അച്ഛൻ അതങ്ങ് സമ്മതിച്ചു. അമ്മ പറഞ്ഞ പിന്നെ അച്ഛൻ കമാന്ന് മിണ്ടൂല. ഒരു കാര്യം മനസ്സിലായി, അച്ഛൻ ഒരു മൂലക്ക് ഇരുത്തിയാക്കേ. എടോ തന്റെ നാളല്ലേ ചോദിച്ചത്, പശുവിന്റെ നാള് പറ. പശുവിനൊക്കെ നാളുണ്ടാവോ? പശു ഇന്നുണ്ടോ? ഉണ്ട്. അപ്പൊ നാളെ ഉണ്ട്. ആണല്ലേ? വെളിവെട്ടവരെ നീ ഇന്നുണ്ടാ, എന്നാ നാളെ തുടങ്ങി നീ ഇവിടെ ഉണ്ടാവൂല. പിന്നെ അല്ലാതെ പശുവിന്റെ നാളെന്ന് പറഞ്ഞാലേ നമുക്കൊരു പണി ചെയ്യാം, പെരുന്നാളാക്കാം. പെരുന്നാളാ? മഹോത്സവം എന്ന് പറയാഞ്ഞത് നന്നായി. അങ്ങനെ ഒരു നാളുണ്ടാ പെരുന്നാളെന്ന് പറഞ്ഞാൽ? അതല്ലെന്ന്, നടുവട്ടം പള്ളിയിലെ പെരുന്നാളിന്റെ അന്നാണ് എനിക്ക് ഇവിടെ മേടിക്കാൻ പറ്റിയത്. അപ്പൊ ഇവളുടെ പിറന്നാള് പെരുന്നാള്. അപ്പൊ നാളെ പെരുന്നാള്. നാളെ പെരുന്നാൾ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെരുന്നാൾ വെച്ച് കുണിക്കാം. ഗുണിക്കല്ലോ, ഗണിക്കല്ലേ? മനുഷ്യന്മാർക്കാണ് ഗണിക്കുന്നത്, മൃഗങ്ങൾക്കാകുമ്പോ ഗുണിക്കാണ്. കുണിച്ചോ 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 കുണിച്ചോ, അസുഖം മാറിയാ മതി. പിന്നെ അയ്യോ നല്ല തട്ടാ കിട്ടിയാക്കണത്. അതല്ലേ? ഒരുപാട് ചില്ലറന്നല്ലേ രാശി പറഞ്ഞേ? അതെ, പശുവിന്റെയാ? അങ്ങനെ രാശിയൊന്നും എനിക്കറിയാൻ പാടില്ല. പിന്നെ ഈ പശുവിനെ മേടിച്ചത് നമ്മുടെ ഫാൻ നടത്തുന്ന ഷേർലി മാഡം ഇല്ലേ, ഷേർലി മാഡത്തിന്റെ കയ്യിൽ, ആ മാഡത്തിന്റെ കയ്യിൽ മേടിച്ചു. ആ മേഡം രാശി പിന്നെ മേഡം പിടിച്ച് കുടിക്കല്ല. പിന്നെ അപ്പൊ എനിക്ക് നിങ്ങളുടെ മാളൂനോടെ എനിക്കൊന്ന് സംസാരിക്കണം. കാരണം അവളുടെ കുറച്ച് കാര്യം ഇപ്പൊ നിങ്ങൾ പറഞ്ഞതല്ലേ കേട്ടിട്ടുള്ളൂ, അവളുടെ കുറച്ച് കാര്യം കൂടെ എനിക്ക് കേൾക്കണം. മാളൂനോട് സംസാരിക്കോ? കാരണം മൃഗഭാഷയൊക്കെ അറിയാം. ആണ്? പിന്നെ മൃഗങ്ങളുടെ ഭാഷ അറിയാം. പിന്നില്ലേ? പക്ഷെ പുള്ളിയുടെ വായിന്ന് പറഞ്ഞ മലയാള ഭാഷ അത്ര സുഖമില്ലല്ലോ. കേട്ടോ മാളുമായിട്ട് സംസാരിക്കണം. ഭാഷ പറയണതാണ്. മൃഗങ്ങളുടെ ഭാഷ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലാലുലസിന്റെ ഭാഷയാണല്ലോ പറയണത്. ലാലുലസായി പോയി കേട്ടോ. ചോദിക്ക് ചോദിക്ക്. പശു പറയണ്ടല്ലേ? ഇതെല്ലാം പറഞ്ഞല്ലേ സംഭവം അറിയാമോ? ആനെന്ത് വൃത്തിയോടൊക്കെയാണ് ഇങ്ങനെ കഴിക്കാൻ കൊടുക്കണത്. ഞാൻ പറഞ്ഞു, ഇതിന്റെ വയറ്റില് സെൽഫോൺ കിടപ്പുണ്ട്. സെൽഫോണോ? മൊബൈൽ ഫോണോ? സെൽഫോൺ കിടപ്പുണ്ട് ഇതിനകത്ത്. രണ്ടാഴ്ചയായിട്ട് എന്റെ ഫോൺ കാണാനില്ല, അതപ്പോ എന്റെ വയറ്റിലെത്തിയല്ലേ? അതെ, ഓണക്കപ്പുല്ല് കൊടുത്താ പോരാ, ഇതിനെന്തെങ്കിലും തിന്നാൻ കൊടുക്കാം, അല്ലെങ്കിൽ ഓണക്കെ എടുത്ത് തിന്നും. അയ്യോ, ഇത് പിന്നെ റിംഗ് ടോൺ ഏതാ വെച്ചാക്കണം? റിംഗ് ടോൺ നമ്മുടെ പുഷ്പ 2-ലെ തെലുങ്ക് പാട്ട് പുതിയത്. വെളിവില്ലാത്തവനെ അത് ഈ പശു മൊത്തം കൺഫ്യൂഷൻ അടിച്ച് കിടക്കല്ലേ. ഇത് തെലുങ്കാണോ ഹിന്ദിയാണോ എന്താണ് ഈ കിടന്ന് മുകളിലെന്ന് അതിന്റെ ചകലക്കേടുണ്ട് ഇനി. അതല്ലേ? പിന്നെ എന്ത് ചെയ്യും? ഇതും ചെയ്യാനില്ല, ഫോണ് മാത്രമല്ല പിന്നെ 2 റിമോട്ട്. അയ്യോ, എന്റെ വീട്ടില 2 ഷൂ എന്റെ മോനെ, പിന്നെ ഒരു നരച്ച വിഗ്. അയ്യോ, വെല്ലിച്ചൻ കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോ വിഗ് കാണാണ്ടായതാ. ഇതുവരെ വീട്ടിൽ നിന്ന് പോയിട്ടില്ല. ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ വിഗ് എടുത്തോട് പല്ലിച്ച വീട്ടിൽ പോട്ടെ. ഇതെങ്ങനെ പുറത്തെടുക്കാൻ പറ്റുമോ? ഒരു കാര്യം ചെയ്യാം, ഈ സോപ്പ് വെള്ളം കുടിപ്പിച്ചിട്ട് വയറ് കഴിക്കാം. സോപ്പ് വെള്ളം കൊടുക്കണ്ട. സോപ്പ് വെള്ളം കൊടുത്താൽ ഫോണിനകത്ത് വെള്ളം കയറി ഫോൺ കംപ്ലൈന്റ് ആവും. എടോ, തനിക്ക് ഫോണാണോ വലുത് തന്റെ മാളുവാണോ വലുത്? അല്ലെ, ഫോണിനകത്താണല്ലോ പാൽക്കാരന്റെയും പാൽ ഡയറിയിലെയും കറവക്കാരന്റെ ഒക്കെ നമ്പർ ഉള്ളത്. ഫോണില്ലാതെ ഒന്നും നടക്കൂലല്ലോ. അപ്പൊ മാളുവിന് വേണ്ടേ? അത് ശരിയാണല്ലോ, മാളും ഇല്ലാതെ ഫോൺ നമ്പർ ഒക്കെ കണ്ടിട്ട് എന്താ കാര്യം? ഫോണാണോ വേണ്ടത്, മാളുവാണോ വേണ്ടത്? ഞാൻ ഒരു കാര്യം ചെയ്യും, തനിക്ക് ഫോണ് വേണോ മാള് വേണോ എന്ന് ഒരു തീരുമാനം അവിടെ നിന്ന് എടുക്കുക. എന്നിട്ട് പതുക്കെ വന്നാ മതി. എന്നിട്ട് ആലോചിച്ചിട്ട് വന്നാ മതി. ഇമാതിരി വെളിവെട്ടവനൊക്കെ രാവിലെ വന്നിട്ട് അയ്യോ ദൈവമേ. ഡോക്ടറെ
ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഡോക്ടറെ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വല്ലപ്പോഴും ഇങ്ങോട്ട് പെണ്ണുങ്ങളൊക്കെ കയറി വരുള്ളൂ. മോള് വന്നപ്പോ ഞാനും ഹാപ്പിയാണ്. ഡോക്ടറെ, എന്റെ ഡാഷ് മോള് പ്രഗ്നന്റ് ആയി. ഡോക്ടറാണ് അതിന്റെ കാരണം. ആഹാ, അപ്പൊ ഡോക്ടറാണല്ലോ അതിന് ഉത്തരവാദി. ആരുടെ ഈ ഡാഷ് മോള്? അതല്ല ഡോക്ടറെ, എന്റെ ഡാഷ് ഡോഗ്. മനസ്സിലായി. ഞാൻ മുമ്പ് ട്രീറ്റ് ചെയ്ത് വിട്ടിട്ട് അല്ലേ, ചെറിയ കുട്ടിപ്പട്ടി. അതെ അത് പ്രഗ്നന്റ് ആയല്ലേ? അതെ. ഡോക്ടറിന് അറിയാമോ, ഞാൻ എത്ര ഡോക്ടർമാരെ എന്റെ ഡാഷിനെ കൊണ്ട് കാണിച്ചെന്നറിയാമോ? പക്ഷെ ഒരു ഗുണവും ഉണ്ടായില്ല. പക്ഷെ ഈ ഡോക്ടറിനെ വന്ന് കണ്ടിട്ട് പോയി, ഡോക്ടർ തന്ന മരുന്നും കൊടുത്ത് വഴിപാടും കഴിച്ചപ്പോ എന്റെ ഡാഷ് മോള് പ്രഗ്നന്റ് ആയി. അതാണ് ഈ ഡാഷ്മോന്റെ കഴിവ്, ഡോക്ടറുടെ കഴിവ്. അതെ അതെ അതെ. അതെ, എന്റെ ഡാഷ് മോള് പ്രഗ്നന്റ് ആയതിന്റെ സന്തോഷത്തില് ഞാൻ എല്ലാവർക്കും ലഡു കൊണ്ടുവന്നിട്ടുണ്ട്. ആണോ? ഇതാ ചേട്ടാ. അയ്യോ, ആദ്യം കൊച്ചിന്റെ അച്ഛനാ കൊടുക്കേണ്ടത്, അല്ല ഡോക്ടർക്കാ കൊടുക്കേണ്ടത്. ഇതാ ഡോക്ടറെ. ഇതാ ചേട്ടാ. ദാ. എനിക്കങ്ങനെ വേണ്ട. ഓ ഇവിടെ സീരിയസ് ആണല്ലോ. ഞാൻ സീരിയസാ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ ചോദിച്ചപ്പോ തന്നില്ല. എനിക്ക് 2 തന്നെ. കോമഡിയാ. നാ, മുഴുവനും പിടിച്ച ഷുഗർ തന്ന് ചാവ്. എങ്ങനെ ദേഷ്യം വരാതിരിക്കുന്നേ? ഇത് കണ്ടോ, 2.5 ലക്ഷം രൂപയുടെ പട്ടിയായി ഇവള് മേടിച്ച പ്ലഗ്. പ്ലഗ്ഗാ? പഗ്? 2.5 ലക്ഷം രൂപയുടെ പഗ്ഗോ? എന്താ ഈ പട്ടിയുടെ പ്രത്യേകത? പ്രത്യേകതയോ? സന്ധ്യ ആയിക്കഴിഞ്ഞാ ഈ പട്ടി വീട്ടിലുണ്ടെന്ന് ഒരു മനുഷ്യനറിയത്തില്ല. അല്ല പിന്നെ എന്തിനാണ് ആ വീട്ടിൽ ഈ പട്ടി? അതുതന്നെയാണ് ഞാൻ ഇവളുടെ ചോദിക്കുന്നത്. ഇപ്പൊ ഈ പട്ടി കൂട്ടിക്കിടക്കില്ല. ഇപ്പൊ ഞാനാ കൂട്ടിക്കിടന്ന് കുരക്കുന്നത്. ഒരു 1 ലക്ഷം രൂപ കൊടുക്കായിരുന്നില്ല, 1.5 ലക്ഷം ലാഭം കിട്ടിയാനല്ല. എന്റെ പൊന്നു ഡോക്ടറെ, എത്ര കൊടുത്താലും അതെങ്കിലും ഒന്ന് മര്യാദക്ക് ചെയ്യണ്ടേ? നിങ്ങൾക്കൊരു കാര്യം അറിയോ? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷമായി. ഇതേവരെ ഒരു കുഞ്ഞിക്കാലി കാണാൻ പറ്റിയിട്ടില്ല. അതിപ്പോ എന്റെ കുറ്റം കൊണ്ടാണോ? എന്റെ കുറ്റാണോ? പിന്നെ എന്റെ കുറ്റമാണോ? നിങ്ങൾ 24 മണിക്കൂർ ഫോണിലല്ലേ മനുഷ്യ? ഈ 24 മണിക്കൂർ പട്ടണമൃഗല്ലേ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്നെ കൊണ്ടൊന്നും നിർത്തിക്ക്. ഇത് ഇങ്ങനെ കിടന്ന് കുറയ്ക്കാനായിട്ട് ഇത് ചന്തയല്ല, ഇത് മൃഗാശുപത്രിയാ. അതെ അതെ. അപ്പൊ ഇപ്പൊ നിങ്ങളുടെ പ്രശ്നം എന്താ? നിങ്ങൾക്ക് ഒരു കുഞ്ഞിക്കാലി കാണണം, അത്ര തന്നെ ഉള്ളു. മോളുടെ ഡാഷ് മോൾ എങ്ങനെയാ പ്രഗ്നന്റ് ആയത് ഒന്ന് പറഞ്ഞേ. ഡോക്ടർ അന്ന് വന്ന് കണ്ടിട്ട് പോയില്ലേ? അപ്പൊ ഡോക്ടർ എനിക്ക് ഭസ്മ പോലത്തെ ഒരു പൊടി തന്നില്ലേ? അത് ഞാൻ അതിന്റെ ഡാഷ്മോക്ക് കൊടുത്തിട്ട് 1/2 മണിക്കൂർ അതിന് അഴിച്ചു വിട്ടു. അപ്പൊ എന്റെ ഡാഷ്മോള് പ്രഗ്നന്റ് ആയി. കണ്ട, 24 മണിക്കൂറും കൂട്ടി കിടക്കുന്ന ഒരു പട്ടിന 1/2 മണിക്കൂർ അഴിച്ചിട്ടപ്പോ അത് പ്രഗ്നന്റ് ആയില്ലേ? അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആള് കുറച്ചു നേരം ഫോണുകൾ മാറ്റി വെക്കാം, മോള് പട്ടിയായിട്ടുള്ള സമ്പർക്കങ്ങൾ മാറ്റി വെക്കുക, എന്നിട്ട് നിങ്ങളെ തന്നെ അങ്ങോട്ട് അഴിച്ചുവിട്. നിങ്ങൾക്കൊരു കുഞ്ഞിക്കാലി കാണാൻ പറ്റും. എല്ലാം മംഗളവും. ആണോ? പിന്നല്ലേ ഡോക്ടറെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ മാളൂരെ കഴിച്ചു വരട്ടെ. എന്ത് കാര്യത്തിന്? 24 മണിക്കൂർ ഞാൻ ഈ പശുവിന്റെ കൂടെയാണല്ലോ. എനിക്കും ഉണ്ടല്ലോ ഒരു കുഞ്ഞിക്കാലി കാണാനുള്ള ആഗ്രഹം. അയ്യോടാ, അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ മക്കളൊന്നുമില്ലേ? അല്ല, ഓൾറെഡി 8 പിള്ളേരുണ്ട്. 8 പിള്ളേരാ? എടാ മഹാഭാവി പ്യൂണേ, ഈ പശുവിനെ അഴിച്ചു വിട്ടിട്ട് ഇവരെ പിടിച്ച് കെട്ടിയത്.